പലതരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇത് കുറച്ച് ദിവസമായി പോലീസിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ്. ചെറിയ ചെറിയ മോഷണങ്ങളാണ്, എന്നാൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. വഴിയിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുക, അയാൾക്ക് ജ്യൂസ് വാങ്ങി കൊടുക്കുക, വളരെ സ്നേഹം നടിച്ച് വളരെ സംസാരിച്ച് നല്ല കമ്പനി ആക്കിയ ശേഷം നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ കയറ്റുന്നു. ബൈക്കിൽ കയറ്റി കുറച്ച് നേരം ദൂരം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ അയാളുടെ കയ്യിലുള്ള ഫോണും പൈസയും ഒക്കെ തട്ടിപ്പറിച്ചിട്ട് അയാളൊരു വഴിയിൽ ഇറക്കി വിട്ട് പോവുക. വേറെ രീതി, അന്യസംസ്ഥാന തൊഴിലാളികളെ പണിക്ക് വിളിക്കുക. ഏതൊരു സ്ഥലം, ഒരു കാട് പിടിച്ച സ്ഥലം, ഇതെൻ്റെ പറമ്പാണ്, ഇതിവിടെ നമ്മൾ വെട്ടിക്കൊള്ളാൻ പറയും, നന്നാക്കാൻ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിഥി തൊഴിലാളികൾ അവൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് അവരെ വർക്കിംഗ് ഡ്രസ്സിലേക്ക് മാറി അപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഒരു സൈഡിൽ ഒതുക്കി വെച്ച് അവർ ജോലി ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്ക് മൊബൈൽ ഫോണും ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, ആ ആളും ഉണ്ടാവില്ല. വളരെ എന്താ പറയുക, അധ്വാനിക്കുന്ന ആളുകളെ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് തലവേദനയാക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ ഓട്ടോ ഡ്രൈവറോട് പരിചയപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. അയാളുടെ കയ്യിലുള്ള മോതിരം കണ്ടാവത്ത് നല്ല വെറൈറ്റി മോതിരമാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട മോതിരമാണ്, മോതിരം ഏതാണെന്ന് ചോദിച്ച് സംസാരിച്ച് നിന്ന് പെട്ടെന്ന് ഓട്ടോ ഇറങ്ങിയിട്ട് ആൾ പോകുന്നു. നമ്മളെ പറ്റിക്കാൻ നിന്ന് കൊടുക്കുന്നുണ്ട് അല്ലേന്ന് ചോദിക്കാം, പക്ഷേ ആർക്കും പറ്റിപ്പോകാവുന്ന പല അബദ്ധങ്ങളുമാണ് ഇവർ മുതലാക്കുന്നത്. ഇങ്ങനെ നിരന്തരം കേസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശാന്ത് എന്ന പെരുമണ്ണ പ്രശാന്തിനെ ഞങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തപ്പം അയാൾ മോഷ്ടിച്ച ഒരു എൻഫീൽഡ് ബുള്ളറ്റോട് കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിനു മുമ്പും അയാൾ 10ഓളം കേസുകൾ പ്രതിയാണ്. ഇപ്പോൾ തന്നെ കൊയിലാണ്ടി, എലത്തൂർ, തലശ്ശേരിയുള്ള കേസുകളിലേക്ക് കൂടി നമുക്ക് ഒരു തുമ്പുണ്ടായിരിക്കുകയാണ്. ഒരു ജാഗ്രത വേണ്ടത്, പരിചയം നടിച്ച് ഒരു പരിചയമില്ലാത്ത ആൾ പരിചയം നടിച്ച് കൂടെ വരുമ്പോൾ ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും കൂടി തയ്യാറാകണം എന്നുള്ളൊരു ഇതാണ്. ഇത്തരം ആളുകൾ കണ്ടുവെക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും, തുടർ നടപടി ഉദ്യോഗത്തിനെതിരെ ഉണ്ടാവും. എൻ്റെ ടീമിലുള്ള ഇൻസ്പെക്ടർ രജീഷും അതുപോലെ സുനിൽ, പിന്നെ സ്ക്വാഡ് അംഗങ്ങളായിട്ടുള്ള ഹാജിൽ കുന്നമൽ, അതുപോലെ ഷാഫി പറമ്പത്ത്, ജിനേഷ് ചൂലൂർ, അതുപോലുള്ള ഷഹി പെരുമണ്ണ, എല്ലാ ടീമാണ്. എല്ലാവരും കൂടിയാണ് ഇത്. ഒരു ദിവസമല്ല, കുറേ ദിവസത്തെ മെനക്കെട്ട് കൊണ്ടാണ് പിന്നെ നമ്മൾ പൊക്കിയത്. ഏകദേശം കർശനമായ നടപടിയായിട്ട് പോലീസ്. പരിചയം ഓസിന് കിട്ടുമ്പോൾ എന്ത് കയറി ചെല്ലാൻ നമ്മളങ്ങനെ ചെല്ലുമല്ലോ. ഓസിന് വെള്ളം മേടിച്ച് കൊടുക്കുമ്പോൾ ശരിയാവും, ജ്യൂസ് മേടിച്ച് കൊടുക്കുമ്പോൾ താല്പര്യപ്പെടും. അപ്പം ആ ബന്ധം ഇവനറിയാം, ഒരാളെ കണ്ടാൽ ആ വീഴുന്നവരാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ്, വയോധികരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് അൺഅറ്റൻഡായി നിൽക്കുന്ന ഒരാൾ ആരെങ്കിലും ഒരു പരിചയം നടിച്ച് ഒരു സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ വീണ് പോകുന്നത് സ്വാഭാവികമാണ്. അതുമല്ല, ഇയാളെ ലുക്ക് കണ്ടാൽ നല്ലൊരു തോന്നുകയും ചെയ്യും. അപ്പോൾ അത് കസ്റ്റഡിയിലുണ്ട്, നമ്മൾ കോടതി ഹാജരാക്കും. അന്വേഷണം നടക്കുന്നുണ്ട്. ചില സൂചനകളുണ്ട്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പറയാറായിട്ടില്ല. അത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനകത്ത് കേസുകളെ പറ്റിയിട്ട് വിശദമായ അന്വേഷണം വരേണ്ടതുണ്ട്. കാരണം പ്രായത്തെപ്പറ്റി ചെറിയൊരു തർക്കമുണ്ട്. എങ്കിലും ഞങ്ങൾ ആ പ്രായം അത് തന്നെയാണ്, ചെറുതാണ് എന്ന രീതിയിൽ തന്നെ 2 ഓപ്ഷൻ വരുമ്പോൾ ജൂനിയറാണോ ജൂനിയറാണോ നോക്കി ജൂനിയറാണ് എന്ന് തൊട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അത് കുറച്ചും കൂടി ക്ലാരിറ്റി പോലീസിൻ്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ ഉടനെ തന്നെ പറയാം. ജഡ്ജ് ബോർഡ് പറയാനായിട്ടില്ല, അത് കേസ് തുടങ്ങിയിട്ടുള്ളൂ.